മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലുടനീളം ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ സോഫ്റ്റ് ആയത് വരുന്ന ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് കാരണമായേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കൂടാതെ US ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അമേരിക്കയുടെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് 0.7 നിന്നും 0.1 എത്തുകയും ചെയ്തു. എന്നാൽ ഹമാസിൻ്റെ ലീഡറിനെ, അതായത് ഹമാസിൻ്റെ ഖത്തറിലുള്ള ലീഡേഴ്സിനെ ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ ഒരേറ്റക്കുറച്ചിലുകളും നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ റോയിട്ടേഴ്സിൻ്റെ കണക്ക് പ്രകാരം 0.3% പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് പ്രതീക്ഷിച്ചെടുത്ത് 0.1% പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. അതോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് 0.2% ഇടിഞ്ഞ് 97.61 എത്തിയതും അമേരിക്കൻ ഇക്വിറ്റി മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസിന് ചെയ്യുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യൻ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിലും പ്രതീക്ഷിക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ പ്രതീക്ഷ മൂലം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി IT സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, പെർസിസ്റ്റൻറ്റ്, കോഫോർജ്, എംഫസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾ 4 മുതൽ 10% ഉയർന്നപ്പോൾ IT ഇൻഡെക്സ് തന്നെ 2.8% ഉയരുകയും ചെയ്തു. IT സെക്ടറിലെ പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് ബൈയിങ് ലെവലിൽ ലഭിക്കുന്നതുകൊണ്ട് IT സെക്ടറിലെ സ്റ്റോക്കുകളെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പ്രകാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ബിസിനസ്സിൽ 72% വളർച്ച വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് OFSS പോലുള്ള സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വ്യാപാര ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടതും ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ ഒരു കാരണമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് IT സെക്ടറിലെ 2 സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ്. ഒന്നാമത്തേത് OFSS അല്ലെങ്കിൽ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്. 9300 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 10,000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. 10,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 12,000, 13,000 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. രണ്ടാമത്തേത് കോഫോർജ് 1769 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1750 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നിഫ്റ്റി കോഫോർജിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോഫോർജ് എന്ന സ്റ്റോക്കിനെയും വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്